ഇനി പെട്ടെന്ന് വന്ന് കാണാതെ പഠിച്ച് തത്ത് പറയും പോലെ പറ. വാ വാ വേഗാവട്ടെ. Good morning, rascals. Good morning, rascals and bloody fools. Good morning, rascals and bloody fools. I am an idiot and Kerala is elephant country. I am an idiot and Kerala is elephant country. ഇന്ന് ഈ പ്രസംഗം കഴിയുമ്പോ ഇവളുടെ കാര്യത്തിൽ ഒരു ധാരണയാകും. രാജീവ് സർ, വലിയ പോയി വിളിച്ചിട്ട് വാങ്ങിക്കൂട്ടാ. രാജീവ് സർ, രാജീവ് സർ, രാജീവ് സർ, 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 രാജീവ് സർ. വലിയ രാജീവ് സർ, സർ, രാജീവ് സർ, രാജീവ് സർ, സർ എഴുന്നേക്ക് സർ. ചേച്ചി. രാജീവേ, 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 രാജീവേ. കല്യാണി, കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. രാജീവേ, രാജീവേ. അറിവിന്റെ പിടിക്ക. രാജീവേ, രാജീവേ, രാജീവേ. രാജീവേ, എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? എന്താ ഇളയമ്മയ്ക്ക് ഈ വേഷം കിട്ടൊന്നും മനസ്സിലായില്ലേ? കല്യാണ ചെറുക്കൻ. അരവിന്ദേ, നിന്റെ കുട്ടിക്കളി അല്ലിത്. ആനന്ദേ, ഇവൻ അന്തവും കുന്തവും ഇല്ലാത്ത ചെക്കനാ, അറിയാലോ. ഇവൻ പലതും പറയും. നീ ഇവൻ പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കരുത്. ഇളമേ, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. ഈ തീരുമാനം നിന്റെ അമ്മയ്ക്ക് അറിയാമോ? അമ്മയെ വിളിച്ചിരുന്നു, ഉറക്കത്തില്ല, ഡിസ്റ്റർബ് ചെയ്തില്ല. കൊള്ളാം. ആ കല്യാണിയുടെ ചെക്കനായിട്ട് നീ ഡെമോ ചെയ്യാൻ പോവാല്ലേ? ഇത് അഖിലേച്ചി അറിഞ്ഞാ എന്ത് നടക്കുമെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ഈ ഡെമോ കല്യാണം നടക്കട്ടെ, ബാക്കിയെല്ലാം പിന്നെ. ഇളയമ്മ, ഇളയമ്മ അമ്മയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഈ ചടങ്ങുകളൊക്കെ ശരിയാണോ എന്ന് നോക്കി നിൽക്ക്. ഓക്കെ ബ്രോവാ.
എന്തൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ നടന്നു. ഇനിയിപ്പൊ ഞാൻ പോയി പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്നു എന്ന് അഖില ചേച്ചി തൽക്കാലം അറിയണ്ട. അറിഞ്ഞാ ഞാനും കൂടി ഇതിന് കൂട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അതിനാവും പിന്നെ. ആ ഞാനിറങ്ങാം. ബ്രോ, ഇളയമ്മ പറഞ്ഞോന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അറിയാലോ ഇളയമ്മയുടെ സ്വഭാവം. എന്തു പറ്റിയില്ലേണി? രാജീവിനെ കുറിച്ച് ആലോചന ടെൻഷൻ. ദേ രാജീവ് ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. ഇന്ന് ഡിസ്ചാർജ് ആവും. നൗ ഹീസ് ഓൾ റൈറ്റ്. വീട്ടിൽ ചെല്ലുമ്പോ മാഡത്തിന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാ നോക്കുക? അതോർക്കുമ്പോ കൈയും കാലും വിറയ്ക്കുക. ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി പോയാലോ എന്നാ ഞാൻ വിചാരിക്കണേ. കല്യാണി, ഒരു പ്രശ്നവും. ആകെ പേടി ഇളയമ്മ അമ്മയോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതുണ്ടാവില്ലെന്ന് ഇളയമ്മ എന്നെ വാക്ക് തന്നിട്ടല്ലേ പോയത്. കല്യാണി, നിന്നെ പോലെ തന്നെ എന്റെ മനസ്സിലുണ്ട് സങ്കടവും കുറ്റബോധവും ഒക്കെ. സാഹചര്യമോ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അമ്മയോടെല്ലാം തുറന്നു പറയാം. പക്ഷേ ഉടനെ വേണ്ട, സമയം വരട്ടെ. കല്യാണി, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബിസിനസ്സിന് വേണ്ടി ഒരു ഡെമോ ഷൂട്ട് നടന്നു, അത്ര തന്നെ. അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം രണ്ടുപേരും പോയി ഡ്രസ് മാറ്റും. ബ്രോവാ വട. വിശ്വസിച്ച മൂത്ത മകൻ ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്തെന്ന് അറിഞ്ഞ അമ്മയുടെ ഹൃദയം തന്നെ സ്തംഭിച്ചു പോവാണെങ്കിലോ, ഒരു ഹാർട്ട് അറ്റാക്ക്.